നമസ്കാരം. കാസർഗോഡ് നഗരസഭയിലെ വോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പുറത്തുവിട്ട വാർത്തകളെ ശരിവെക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കാസർഗോഡ് നഗരസഭയിലെ വോട്ട് ചേർക്കലും തള്ളലും അവരവരുടെ സ്വാധീനം ഉപയോഗിച്ച് നടന്നിട്ടുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് വോട്ട് ചെയ്യാനുള്ള ഒരു പൗരന്റെ അവകാശം, അവന്റെ അധികാരത്തെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. വാർഡുകളിൽ തങ്ങൾക്ക് താല്പര്യമില്ലാത്ത ആളുകളെ അങ്ങ് വെട്ടിക്കളയുക എന്നുള്ളത് പഴകിയ ഒരു രാഷ്ട്രീയ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ശീലമാണ്. ആധുനിക കാലഘട്ടത്തിൽ അത്തരമൊരു നീക്കമുണ്ടായാൽ തീർച്ചയായും ആ ഒരു പ്രവൃത്തി തിരിച്ചറിയപ്പെടുകയും ജനങ്ങൾ ചോദ്യം ചോദിക്കുകയും ചെയ്യും. ജനങ്ങൾക്ക് അല്പം രാഷ്ട്രീയ വിദ്യാഭ്യാസമൊക്കെ വന്നു എന്നുള്ളത് ഇവിടുത്തെ വെള്ളയും ഇട്ട രാഷ്ട്രീയക്കാർ മറന്നു പോകരുത്. എന്തായാലും ഗൗരവകരമായ ഒരു വോട്ട് തള്ളലിനെ കുറിച്ച് നമ്മൾ നേരത്തെ വാർത്ത ചെയ്തിരുന്നു. നിലവിലെ മുനിസിപ്പൽ കൗൺസിലറായ KM അനീഫയുടെ വോട്ട് പോലും ഇങ്ങനെ തള്ളപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് എത്രമാത്രം ഗൗരവകരമാണ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിർവഹണ ഉദ്യോഗസ്ഥന് ദിവസവും കാണുന്ന ഒരു വ്യക്തിത്വം, ഹനീഫ എന്ന് ഉറക്കെ ഒന്ന് വിളിച്ചാൽ കേൾക്കാവുന്ന ദൂരത്തുള്ള ഒരു വ്യക്തി. നിലവിലെ 24-ാം ഒന്നാമൂല വാർഡിലെ വിഭജനത്തിൽ 25-ാം വാർഡിലേക്ക് ഹനീഫയുടെ വോട്ട് സ്വാഭാവികമായി പോകേണ്ടതാണ്. അത്തരമൊരു നടപടി സംഭവിക്കാത്തത് കൊണ്ട് പ്രദേശത്ത് തന്നെയുള്ള 2 ആളുകൾ വോട്ടർ പട്ടികയിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി നഗരസഭയ്ക്ക് അപേക്ഷ നൽകിയിരുന്നു. ഹനീഫയുടെ വോട്ട് 25-ാം വാർഡിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി ഒരു അന്വേഷണത്തിനും ഉത്തരവിട്ടിരുന്നു. മാത്രമല്ല, ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആക്ഷേപമുണ്ടോ എന്ന് ചോദിച്ച് നോട്ടീസ് ബോർഡിൽ നോട്ടീസും പതിച്ചതാണ്. ഇതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് 2 അപേക്ഷകൾ ലഭിച്ചു. നോട്ടീസ് ബോർഡിൽ പരസ്യമായി നോട്ടീസ് പതിപ്പിച്ചു. ആരും ഇതുമായി ബന്ധപ്പെട്ട് വിയോജിപ്പുമായി ബന്ധപ്പെട്ട് നഗരസഭയെ സമീപിച്ചിട്ടില്ല. ഈ നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞ് വോട്ടർ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ കൗൺസിലറായ ഹനീഫയുടെയും ഭാര്യയുടെയും വോട്ട് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടത്? വിശാല മനസ്കനായ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ഹനീഫയുടെ 2 മക്കളെ തൊട്ടടുത്ത വാർഡായ 25-ലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അതായത് കൗൺസിലറായ ഹനീഫയുടെ ഭാര്യയുടെയും വോട്ട് നഗരസഭയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ആരോ തീരുമാനിച്ചിരുന്നു. നോട്ടീസ് ബോർഡിൽ പതിപ്പിച്ച നോട്ടീസിന് ആക്ഷേപമുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ പാടുള്ളൂ. ആരാണ് ആക്ഷേപം ഉന്നയിച്ച വ്യക്തി? അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായിട്ടുണ്ടോ? സ്വാഭാവികമായി നടക്കേണ്ട വോട്ട് മാറ്റം എങ്ങനെയാണ് ഇത്രമാത്രം നടപടിക്രമങ്ങളിലേക്ക് കടന്നത്? ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് നിർവഹണ ഉദ്യോഗസ്ഥൻ ഈ ഒരു കടുങ്കൈക്ക് മുതിർന്നത്? വാർഡ് പോലും ഇതുവരെ നിർണയിക്കാൻ സാധിക്കാത്ത വൈസ് ചെയർമാൻ സ്ഥാനം സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു ഈയാംപാറ്റക്കാരനായ രാഷ്ട്രീയക്കാരനാണ് ഇതിൻ്റെ പിന്നിലെന്ന് പാർട്ടിക്കും അറിയാം, നഗരസഭയ്ക്കും അറിയാം, ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കും അറിയാം ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന്. പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നൽകിയതായോ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തിയതായോ ആർക്കും വിവരമില്ല. സ്വാഭാവികമായി ഒരു മുതിർന്ന കൗൺസിലർ, മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവ്, അദ്ദേഹത്തിൻ്റെ വോട്ട് തള്ളലുമായി ബന്ധപ്പെട്ട വിഷയം, അയാളൊരു കൗൺസിലറാണ്. എത്ര ഗൗരവകരമായ വിഷയമാണ്. ഈ ഒരു വിഷയം അന്വേഷിക്കാൻ പാർട്ടിക്ക് എന്തേ സാധിക്കാതെ പോകുന്നു എന്ന ചോദ്യം ജനങ്ങൾ ചോദിച്ചാൽ അവരെ ആരും കുറ്റം പറയാൻ സാധിക്കില്ല. ചോദിക്കേണ്ടത് തന്നെയല്ലേ? ഞങ്ങൾക്കെല്ലാം നേരത്തെ തന്നെ ഒരു കാര്യം ഉറപ്പായിരുന്നു, ഈ പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണവും നടത്താൻ പോകുന്നില്ല. അങ്ങനെ നടത്തുകയാണെങ്കിൽ കൂട്ടത്തിലുള്ള ഒരാളെ തന്നെ ഉയർത്തിക്കാണിക്കേണ്ടി വരും, ഇയാളാണ് ഈ പണി പറ്റിച്ചതെന്ന്. അത് പറയാൻ പാർട്ടിക്ക് സാധിക്കുന്നില്ല. അത്തരം കുനിഷ്ഠ ബുദ്ധിയുള്ള അത്രയും ദുഷ്ടത്തരമുള്ള ആളുകളെ എന്തിനാണ് പാർട്ടിയുടെ തലപ്പത്തിലേക്ക് കൊണ്ടുവരുന്നത്? വെട്ടിയും കുത്തിയും ചവിട്ടിയും കുതിക്കാൽ വെട്ടിയുമാണോ നേതൃത്വ നിരയിലേക്ക് ഉയർന്നു വരേണ്ടത്? ആരോപണ വിധേയരെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നത് അത്ര രസകരമായിരിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അധികാരഭ്രാന്തമുത്ത ചില ഈയാമ്പാറ്റകൾക്ക് ഇത്രമാത്രം സ്വാധീനമോ?
നഗരസഭയുടെ മുതിർന്ന നേതാവും മുതിർന്ന ഭരണാധികാരിയും ഒക്കെ ആരോപണ വിധിനുമൊത്ത് കളിച്ച് ചിരിച്ച് രസിച്ച് പാട്ടും പാടി പോകുന്നത് കാണുമ്പോൾ ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ കാണുന്ന എല്ലാം ഒപ്പിയെടുക്കുന്ന ഒരു മൂന്നാം കണ്ണ് നിങ്ങളോടൊപ്പം സഞ്ചരിക്കുകയാണ്. നിങ്ങളോട് നേരിട്ട് പ്രതികരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അത്തരം വിവരങ്ങളും തെളിവുകളും അയച്ചു നൽകുകയാണ്. ഇതൊന്ന് വാർത്തയാക്കണം, ഇതൊന്ന് പുറത്തുവിടണം, ഇതൊന്ന് ജനങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞ് ഇത് ജനങ്ങൾ മനസ്സിലാക്കട്ടെ. ഞാൻ ഒറ്റ കാര്യം പറയണം, ജനങ്ങൾ മനസ്സിലാക്കിക്കോ. ഇത്രയും താല്പര്യത്തോടെ പ്രവർത്തിക്കുന്നവർ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്നാൽ എന്തും ചെയ്യും. നിങ്ങളെ നശിപ്പിച്ചാലും വേണ്ടില്ല, ഞാൻ ജയിച്ചു കണ്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന ഈ ആമ്പാറ്റകളെ നിങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്തി വെക്കുക. നന്ദി, നമസ്കാരം.